ഗുഡ് ഈവനിങ് ഓൺ. എന്റെ വോയിസ് കേൾക്കാൻ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവോ? ഓക്കെ, കേൾക്കാം സർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് വിഷ്ണു. ഞാൻ ആർക്കൈറ്റിലെ ടെക്നിക്കൽ ഫാക്കൽറ്റി ആണ്. അറൌണ്ട് 4 years ആയിട്ട് ബിം സോഫ്റ്റ്വെയർസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? എല്ലാവർക്കും വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വെബിനാർ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിം ഇൻ 2024 ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വെബിനാർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിമ്മിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിന്ന് തുടങ്ങാം. ഓക്കെ, എന്താണ് ബിം എന്നുള്ള ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ബിമ്മിനെ പറ്റി എല്ലാവരും കേട്ട് കാണും. നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ളവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഠിക്കുന്ന വ്യക്തികളോ എല്ലാവരും ബിമ്മിനെ പറ്റി കേട്ട് കാണും. ബട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു വേഗ ഐഡിയ ആയിരിക്കും, അല്ലെങ്കിൽ ചില അസംഷൻസ് ആയിരിക്കും എന്ത് ബിമ്മിനെ പറ്റി. ഇപ്പം ഒരു ഇന്ന സോഫ്റ്റ്വെയർ ആണ് റിവറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് ബിം എന്നുള്ളൊരു കൺസെപ്റ്റ്. ആക്ച്വലി അതൊരു സോഫ്റ്റ്വെയർസ് മാത്രമല്ല, അതൊരു സെറ്റ് ഓഫ് ടെക്നോളജീസും പ്രോസസ്സും ആണ്. അത് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എന്താണ് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ പേരാണ് എന്ത് ബിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു വെർച്വൽ സ്പേസിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് ബിം എന്ന് പറഞ്ഞ ടെക്നോളജി നമ്മൾക്ക് സഹായിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള ടേം അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ എന്തൊക്കെ കാണും? ഒരു ക്ലയന്റ് കാണും, അതിനൊരു ആർക്കിടെക്ട് കാണും, പിന്നീട് അതിന്റെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന വ്യക്തികളാണ്. അങ്ങനെ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നവർ കാണും. അവരെയാണ് എന്ത് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ AEC ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഈ AEC ഇൻഡസ്ട്രിയിലെ ഒരു പ്രയർ ആയിട്ടുള്ള ടൂളാണ് എന്ത് നമ്മുടെ ഈ ബിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മോഡൽ കമ്പോണൻസ്, പിന്നെ ഈ പറഞ്ഞ പ്രൊഫഷണൽസ്, ഈ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്ക് എല്ലാവർക്കും കൂടെ അവരുടെ വർക്ക് അത്രയും അറ്റ്മോസ്റ്റ് ഫൈൻ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് എന്ത് ബിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ബിമ്മിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് ബാക്കിയുള്ള ഒരു സെറ്റ് ഓഫ് പ്രോസസ്സുകളിൽ നിന്ന് വ്യത്യാസം വരുന്ന ഒരു മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമുക്കൊരു സെൻട്രൽ മോഡൽ കാണും. അതായത് ഒരു മോഡലിൽ ഒരു ചേഞ്ച് വരുത്തുമ്പം ഈ പറഞ്ഞ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേഷൻ വരുന്ന രീതിയിലായിരിക്കും എന്ത് നമ്മുടെ ഈ പ്രോസസ്സ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒരു ബിമ്മിന്റെ വർക്ക് ഫ്ലോ, നമ്മുടെ ബിം പ്രോസസ്സിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ബിമ്മിന്റെ വർക്ക് ഫ്ലോ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡയമെൻഷൻ അനാലിസിസിന്റെ ബേസിലാണ്. ഇപ്പൊ കറന്റ്ലി നമുക്ക് 10 ഡയമെൻഷണൽ വരെയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോസസ്സുകൾ അവൈലബിൾ ആണെങ്കിലും 60 വരെയാണ് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 ഡയമെൻഷൻ ബിം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് 1 ഡയമെൻഷൻ ബിം എന്നുള്ള കാര്യം നോക്കാം. 1 ഡയമെൻഷൻ ബിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ പ്രോസസ്സ് എന്തായിരിക്കും? ഒരു ക്ലയന്റ് ഈ പറഞ്ഞ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയറെ തമ്മിൽ സമീപിക്കും. അവർ തമ്മിലൊരു ഡിസ്കഷൻ നടത്തും, അതിന് വേണ്ടുന്ന റിസോഴ്സസ് ഗ്യാദർ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് 1 ഡയമെൻഷൻ ബിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഗ്യാദർ ചെയ്യുന്ന റിസോഴ്സസ്, അവിടുത്തെ പെർമിറ്റ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ, ഈ പറഞ്ഞ പ്ലോട്ടിന്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനാണ് എന്ത് 1 ഡയമെൻഷൻ ബിം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ പറഞ്ഞ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണ്? ഈ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു 2D ഡ്രോയിങ് വരയ്ക്കും. അതാണ് 2 ഡയമെൻഷൻ ബിം. അവിടെ XY ആക്സിസിലുള്ള ഒരു മോഡലിംഗ് മാത്രമാണ് നടക്കുന്നത്. 2D ബിം അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ബിം നോർമലി നമ്മൾ എന്തിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക? ഓട്ടോകാഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷൻ ബിം എന്നാണ് പറയുന്നത്. 3D ആണ് ഏറ്റവും പോപ്പുലറും എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ളൊരു ബിം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3D മോഡലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നു. 3D മോഡലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ബിമ്മിൽ യൂസ് ചെയ്യുന്നത് റിവറ്റ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പക്ഷേ പല തരത്തിലുള്ള 3D മോഡലിംഗ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? ആർക്കിക്കാഡ് യൂസ് ചെയ്യുന്നുണ്ട്, 3ds Max യൂസ് ചെയ്യുന്നുണ്ട്, സ്കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നു. ഇവയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് റിവറ്റ് തന്നെ യൂസ് ചെയ്യുന്നതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട്. മെയിൻലി റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പിലുള്ള ഡിസിപ്ലിൻസ് ആണ് ഉള്ളത്. അതായത് റിവറ്റ് ആർക്കിടെക്ചർ, റിവറ്റ് സ്ട്രക്ചർ, റിവറ്റ് MEP. ഈ 3 ഡിസിപ്ലിൻസിലുള്ള മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാം? റിവറ്റിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയും. അത് മാത്രമല്ല ഈ ഡിസൈൻ ചെയ്ത മോഡൽസിന് നമ്മുടെ ബിമ്മിന്റെ വർക്ക് ഫ്ലോയിൽ
പല സെഗ്മെന്റ്സ് അല്ലെങ്കിൽ പല പ്രോസസ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ഈ കൊളാബറേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും എന്താണ് ഈ പറഞ്ഞ റിവറ്റ് മോഡലും കൊണ്ട് മാത്രം പറ്റൂ. ഒരു സ്കെച്ചപ്പ് മോഡലോ 3D മോഡലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 3 ഡയമെൻഷനും ഏറ്റവും പോപ്പുലറും ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമായ ഒരു ഡയമെൻഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡയമെൻഷൻ ആണ് എന്ത് 4D ബിം അല്ലെങ്കിൽ 4 ഡയമെൻഷണൽ ബിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4 ഡയമെൻഷണൽ ബിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3D മോഡൽ ജനറേറ്റ് ചെയ്തെടുത്തു. അതിൽ നെക്സ്റ്റ് ഒരു പാരാമീറ്റർ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് 4D ബിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4D ബിമ്മിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 3D മോഡൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടൈമിന്റെ ഒരു പാരാമീറ്റർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈമിന്റെ പാരാമീറ്റർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്ട് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 6 മന്ത് ആണെങ്കിൽ ആ ഒരു 6 മന്തിലെ വർക്ക്സ് നമ്മൾ ആദ്യമേ തന്നെ എന്താണ് ബിം ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ചെയ്യാറ്. നോർമൽ കേസസിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിപ്പോ ബിമ്മിന്റെ പ്രോസസ്സിലാണ് ഷെഡ്യൂൾ ചെയ്യുന്നെങ്കിൽ ഒന്നെങ്കിൽ പ്രൈമവറിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലോ ആയിരിക്കും ഈ പറഞ്ഞ നമ്മുടെ ഷെഡ്യൂളിംഗ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന 3D മോഡലിനെയും ഈ പറഞ്ഞ പ്രൈമറി ഡേറ്റ അതിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, അത് രണ്ടും തമ്മിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ആനിമേഷൻ വീഡിയോ ജനറേറ്റ് ചെയ്തെടുക്കും. ആ ആനിമേഷൻ വീഡിയോയ്ക്ക് പറയുന്ന പേരാണ് 4D സിമുലേഷൻ എന്ന്. ഓക്കെ, 4D സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത വീഡിയോ ഒരു ടൈം ലൈനറായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ക്ലയന്റിനാണെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ പറ്റും എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോസസ്സിന്റെ വർക്ക് ഫ്ലോ പോകുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നോർമൽ കേസസിൽ ഇപ്പൊ ഒരു 3 മന്ത് ആകുമ്പോൾ വർക്ക് എവിടം വരെ ആയി, അല്ലെങ്കിൽ 6 മന്തിലെ വർക്കിന് ഇപ്പം നമ്മൾ 3 മന്ത് ആകുമ്പോൾ എവിടം വരെ ആയെന്ന് പറയുമ്പോൾ നോർമൽ കേസസിലാണ് നമുക്കൊരു വേഗ ഐഡിയ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ബട്ട് ഇൻ ദിസ് കേസ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, 3 മന്ത് ആകുമ്പോൾ ഏത് പാർട്ടിന്റെ വർക്ക് ആണോ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സിമുലേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ദെയർ വിൽ ബി നോ ക്ലാഷസ് ബിറ്റ്വീൻ ദ ക്ലയന്റ് ആൻഡ് എഞ്ചിനീയർ. അതായത് നമ്മുടെ ക്ലയന്റും ഈ പറഞ്ഞ ആർക്കിടെക്ടോ എഞ്ചിനീയറോ തമ്മിലുള്ള പ്രോസസ്സ് കുറച്ചും കൂടെ എന്തായിരിക്കും, ക്ലിയർ ആയിരിക്കും. നെക്സ്റ്റ് അടുത്തതാണ് നമ്മൾ എന്താ പറയുന്നത് 5D ബിം അല്ലെങ്കിൽ 5 ഡയമെൻഷണൽ ബിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5 ഡയമെൻഷണൽ ബിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 4Dയിൽ ടൈമിന്റെ പാരാമീറ്റർ ആഡ് ചെയ്തതാണ്. നെക്സ്റ്റ് അടുത്തത് കോസ്റ്റിന്റെ പാരാമീറ്റർ ആഡ് ചെയ്യുന്നതിനെയാണ് എന്ത് 5 ഡയമെൻഷണൽ ബിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോ ഈ 5 ഡയമെൻഷണൽ ബിം നമ്മൾ ഈ കോസ്റ്റിന്റെ പാരാമീറ്റർ എങ്ങനെയാ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രിസൈസ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ക്ലയന്റും എഞ്ചിനീയറും തമ്മിൽ നമുക്ക് ഈ പറഞ്ഞ കോസ്റ്റ് എസ്റ്റിമേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും റിക്വയർഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെറ്റീരിയൽസ് മാറ്റണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ 6 ഡയമെൻഷണൽ ബിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആണ്. അതായത് ബിൽഡിംഗ് സർവീസസിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്ത് ഈ പറഞ്ഞ 6D ബിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഒരു നോർമൽ ആയിട്ട് നമുക്ക് ഒരു ബിം സ്ട്രക്ചർ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് അതിന് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മെത്തഡോളജി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ മെത്തഡോളജി ഇൻ ബിം സ്ട്രക്ചറൽ നമ്മൾ എങ്ങനെയാണ് ബിം സ്ട്രക്ചറൽ ഒരു മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ നമ്മൾ അല്ലെങ്കിൽ ഓട്ടോകാഡിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ ബിം ഓതറിംഗ് ടൂൾസിലേക്ക് കൊണ്ടുവരും. ബിം ഓതറിംഗ് ടൂൾസിന്റെ കേസ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എന്താണ് റിവറ്റ് സ്ട്രക്ചറിൽ നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പൊ റിവറ്റ് സ്ട്രക്ചറിൽ കൊണ്ടുവന്നതിന്റെ അകത്ത് നമ്മൾ സ്ട്രക്ചറൽ കമ്പോണൻസ് ആദ്യമേ മോഡൽ ചെയ്യുക. സ്ട്രക്ചറൽ കമ്പോണൻസ് ബീം കോളം മുതലായ കാര്യങ്ങൾ ഫൂട്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് സ്ട്രക്ചറൽ കമ്പോണൻസ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ക്രിയേറ്റ് ചെയ്ത മോഡലിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ഈ ടാബ്സിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാറ്റ് പ്രോയിലേക്കോ എന്താണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു അനാലിസിസ് ആൻഡ് ഡിസൈൻ ചെയ്യാറുണ്ട്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സേഫ്റ്റി കൺസേൺസ് വരാറുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റെക്ടിഫൈ ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബാർബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റ് സെറ്റ് പ്രൊവൈഡ് ചെയ്യും. കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റ്സ് അതായത് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ റിവറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റും വളരെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എത്ര ഒരു ഫുൾ ഡേറ്റ നമുക്ക് എന്താണ് ഡേറ്റ സെറ്റ് നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് കിട്ടും. അതായത് ഒരു റീഇൻഫോഴ്സ്മെന്റ് കണ്ടീഷൻസ് എത്രയൊക്കെ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ള ഫുള്ള് ഡേറ്റ നമുക്ക് എന്താണ് ഒരു ഡോക്യുമെന്റ് സെറ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റും വളരെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു സെക്ടർ. ഓക്കെ, ഈ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ റിസൾട്ട്സ് എന്തെങ്കിലുമൊക്കെ വേരി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ റെക്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ,
പിന്നെ ഈ പറഞ്ഞ പ്രോസസ്സുകൾ നമ്മളിപ്പോ ഇതിപ്പോ സ്ട്രക്ചറിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പം ഈ പറഞ്ഞ ചേഞ്ചസ് എന്തെങ്കിലും ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ MVP-ക്കാർക്കോ ആണെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ അതും എന്താണ് വളരെയധികം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും ബിം ഫോർമാറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് എന്താണ് CAD-ഉം 3D ബിമ്മും ഈ പറഞ്ഞ അഡ്വാൻസ് ബിമ്മും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഈ CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഒരു 2D ഡ്രോയിങ്, അതായത് XY ആക്സിസിൽ മാത്രമുള്ള ഒരു മോഡലാണ്. അതിൽ നമുക്ക് കാര്യമായിട്ടുള്ള എന്താണ് ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇൻ കേസ് നമ്മൾ 3D ബിമ്മിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു 3D മോഡലാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു 2D ഡ്രോയിങ് കാണുന്നതിനെക്കാട്ടി ഒരു വ്യക്തിക്ക് എന്താണ് ഒരു 3D മോഡൽ കാണുമ്പോൾ ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിന്റെ എന്തൊക്കെ ഫീസിബിലിറ്റീസ് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ 3D മോഡൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ബിം എന്ന് പറയും. അഡ്വാൻസ്ഡ് ബിം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ക്ലൗഡ് ബേസ്ഡ് ബിം ആപ്ലിക്കേഷൻ. ക്ലൗഡ് ബേസ്ഡ് ബിം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമുക്കൊരു സെൻട്രൽ മോഡൽ ഉണ്ട്. ആ സെൻട്രൽ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പൊ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നവർ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നെന്ന് പറഞ്ഞാലും ആ സെൻട്രൽ മോഡലിൽ നമുക്കത് ചേഞ്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജിലായിരിക്കും. അതിനെയാണ് ക്ലൗഡ് ബേസ്ഡ് ബിം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇക്കാലഘട്ടത്തിൽ ഐ മീൻ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് എന്താണ് ബിം എനേബിൾഡ് മൊബൈൽ ആപ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർഓപ്പറബിലിറ്റി. നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞ കാര്യം ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഇന്റർഓപ്പറബിലിറ്റി. അതായത് ബിമ്മിന്റെ നമ്മൾക്ക് ഇപ്പോഴും അതിന്റെ എക്സിസ്റ്റൻസും അത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ പല ഡിസൈനേഴ്സിന്റെ കാര്യം അല്ലെങ്കിൽ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു. അത് മാത്രമല്ല അത് പല ഓർഗനൈസേഷൻസും ഈ പറഞ്ഞ കണക്ക് പല വ്യക്തികൾക്കും എന്താണ് അത് യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സ്ട്രക്ചർ മോഡലർ ഈ പറഞ്ഞൊരു സ്ട്രക്ചർ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെഡ്യൂൾ കൊടുത്താൽ അദ്ദേഹത്തിന് എന്താണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ലോജിസ്റ്റിക്സ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നീട് പല വെൻഡേഴ്സ് അതായത് മൾട്ടിപ്പിൾ വെൻഡേഴ്സിന് നമ്മുടെ മോഡല് അക്സസ് ചെയ്യാനും അതുവഴി സപ്ലൈ ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മോഡൽ ഫെഡറേഷൻ. മോഡൽ ഫെഡറേഷനും നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിന് തന്നെയാണ് എന്താണ് മോഡൽ ഫെഡറേഷൻ എന്നും പറയുന്നത്. അതായത് നമ്മൾ പല സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പല ഇതിൽ വർക്ക് ചെയ്തവർ ഒരു സിംഗിൾ കമ്പൈൻഡ് മോഡലിനെ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് മോഡൽ ഫെഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം പ്രോജക്റ്റ് കുറച്ചും കൂടെ ഭയങ്കര വലുതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് നോർമൽ കേസസിൽ യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ടൈപ്പ് മോഡൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ എന്താ അതിനെ നമുക്ക് എന്താ സ്പ്ലിറ്റ് ചെയ്ത് സ്മോളർ മോഡ്യൂൾസ് ആക്കിയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, അതായത് അഡ്വാൻസ്മെന്റ്സ് ഇൻ ബിം ഇൻ 2024. ഓക്കെ, നമ്മൾ മെയിൻലി ഇപ്പം ഈ പറഞ്ഞ 2024 എന്താ അല്ലെങ്കിൽ ഇത് ബിമ്മിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പം നമുക്ക് കഴിഞ്ഞ 1.5 years കൊണ്ട് നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ് എന്താണ് AI ഇൻ മെഷീൻ ലേണിംഗ്. അതായത് AI ഇൻ മെഷീൻ ലേണിംഗ് ഇൻ നമുക്ക് ബിമ്മിൽ മാത്രമല്ല പല സെഗ്മെന്റ്സിലും നമുക്ക് ഇപ്പൊ AI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ബിമ്മിന്റെ കാര്യത്തിലും എന്താണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ്, അതായത് AI ഇൻ മെഷീൻ ലേണിംഗ് ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർ ഓപ്പറബിലിറ്റി എൻഹാൻസ്മെന്റ്. മൂന്നാമത്തെ പോയിന്റ് ജനറേറ്റീവ് ഡിസൈൻ. അല്ലാതെ വെർച്വൽ റിയാലിറ്റി VR ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി ഇൻ ബിം, സസ്റ്റൈനബിലിറ്റി ടൂൾസ് ആൻഡ് ഡിജിറ്റൽ ട്വിൻസ്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് AI ആൻഡ് മെഷീൻ ലേണിംഗ് ഇന്റഗ്രേഷൻ. AI ആൻഡ് മെഷീൻ ലേണിംഗ് ഇന്റഗ്രേഷൻ എങ്ങനെയാണ് നമ്മുടെ ബിമ്മിന്റെ ഫാക്ടറിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് മെഷീൻ ലേണിംഗ് വഴി യൂസ് ചെയ്തേക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ഡിസൈൻ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ AI യൂസ് ചെയ്ത് നമുക്കൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എങ്ങനത്തെ ഡിസൈൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ഈ പറഞ്ഞ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സേഫ്റ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ നമുക്ക് മെഷീൻ ലേണിംഗ് വഴിയും AI വഴിയും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. ആ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് ഒറ്റ ഡിസൈൻ അല്ലെങ്കിൽ അതൊരു ഫൈനൽ ഇതാണെന്ന് മാത്രമല്ല പല ടൈപ്പ് രീതിയിൽ നമുക്ക് എന്താണ് ആ അൽഗോരിതം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പല റിസൾട്ട്സ് നമുക്ക് വേരി ചെയ്യും അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് എന്താണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ് ആൻഡ് ഓപ്പറേഷൻ. പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ് ആൻഡ് ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു MEP പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്ടിന് മെയിൻ്റെനൻസ് വരും, അതിന് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഈ മെയിൻ്റെനൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു MEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായോ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നാണ് MEP എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂസ് അവിടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ AI യൂസ് ചെയ്തിട്ട് അത് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യും, അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണെന്ന് എന്താണ് നമുക്ക് നേരത്തെ തന്നെ ഒരു വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. അതുവഴി എന്താണ് നമ്മുടെ സേഫ്റ്റി ആയാലും അല്ലെങ്കിൽ നമുക്കിപ്പം ഈ പറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന കോസ്റ്റ് ആയാലും എന്താ ഒരുപാട് കട്ട് ഷോട്ട് ചെയ്യാനും നമുക്ക് സേഫ്റ്റി കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അനാലിസിസ്. ഇതും എന്താണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ റിസ്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസ്കിൽ നിന്ന് മേളിലോട്ടാണോ എന്ന് ഈ അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് എന്താ ഒരു പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കുകയും അതുവഴി ഇപ്പം നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ അവിടത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് റെഗുലേറ്ററി കമ്മിറ്റിയോ അലോ ചെയ്യുന്ന റിസ്കിൽ നിന്ന് മേളിലാണെങ്കിൽ നമുക്ക് ആ പ്രൊജക്ട് ഉപേക്ഷിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താ ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ്. കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ AI ആൻഡ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് റിസോഴ്സസിന്റെയും ഈ പറഞ്ഞ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ് എല്ലാം നമുക്ക് എന്താ കോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന വർക്കിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ വർക്ക് തന്നെയാണോ നമുക്ക് ആ പോയിന്റിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് ഇന്റർ ഓപ്പറബിലിറ്റി എൻഹാൻസ്മെന്റ്സ്. ഇന്റർ ഓപ്പറബിലിറ്റി എൻഹാൻസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പല സെഗ്മെന്റ്സിൽ അല്ലെങ്കിൽ പല ഡിസിപ്ലിൻസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെയും ഓർഗനൈസേഷൻസിനെയും ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ പറഞ്ഞ നമ്മുടെ ബിമ്മിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. അപ്പോൾ അതില് നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് എന്ത് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റാൻഡേർഡ്സ് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പല സ്റ്റാൻഡേർഡ്സിന് നമുക്ക് എന്താ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എന്ത് കഴിയും നമ്മുടെ ഈ പറഞ്ഞ പുതിയതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ AI അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്താ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ IFC ഇൻഡസ്ട്രി ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്നാണ് എന്ത് IFC അറിയുന്നത്. അപ്പൊ നമ്മുടെ മിക്ക മോഡൽസിനെയും എന്താ ഈ പറഞ്ഞ IFC മോഡലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും അത് ഈ പറഞ്ഞ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ റിവറ്റ് മോഡൽ ചെയ്തു, അതിനെ നമ്മൾ സേവ് ചെയ്യുന്നത് റിവറ്റ് ഫയൽ ആയിട്ടായിരിക്കും. ആ റിവറ്റ് ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ IFC ഫോർമാറ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും അത് വേറെ പല സോഫ്റ്റ്വെയർസിലേക്കും അതെന്താ ചെയ്യാം എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും. അങ്ങനെ നമുക്ക് പല സ്റ്റാൻഡേർഡ്സിനെ എന്താ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് അഡോപ്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ API ഡെവലപ്മെന്റ്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ് API ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ API ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, അത് എല്ലാ വ്യക്തികളും ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. ചിലര് ഈ പറഞ്ഞ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 4D സിമുലേഷൻ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ടൈമിന്റെ പാരാമീറ്റർ ആഡ് ചെയ്യുന്നു, അതിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് നാവിസ്വർക്ക് എന്നാണ്. അപ്പം ഇങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിലേക്ക് നമുക്ക് എന്താ നമ്മുടെ ഈ പറഞ്ഞ ഒരു സിംഗിൾ മോഡൽ അല്ലെങ്കിൽ സെൻട്രൽ മോഡൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് API അല്ലെങ്കിൽ നമ്മൾ API ഡെവലപ്മെന്റ് എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഓക്കെ, അടുത്തതായിട്ട് എൻഹാൻസ്ഡ് ഡേറ്റ മാനേജ്മെന്റ് ടൂൾസ്. അതായത് എൻഹാൻസ്ഡ് ഡേറ്റ മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് അത് നമുക്ക് എന്താണ് അത് ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താ ഒരു ബിം കോർഡിനേറ്റർക്കോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രൊജക്ടിന്റെ ബിം മാനേജർക്കോ എന്താ തീരുമാനിക്കും ആർക്കൊക്കെ എന്തൊക്കെ ഡേറ്റാസ് നമുക്ക് യൂസ് ആക്കണം. ഓക്കെ, നാലാമത് റെഗുലേറ്ററി കംപ്ലയൻസ് ടൂൾസ്. റെഗുലേറ്ററി കംപ്ലയൻസ് ടൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നു, ആ പ്രൊജക്ടിന് എന്തായിരിക്കാം അവിടുത്തെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന് കുറച്ചധികം റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ കാണും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കേരളത്തിൽ നമ്മൾ ബിം അതിനെ യൂസ് ചെയ്യുന്നില്ല, എന്നാലും കേരളത്തിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രൊജക്ട് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് സങ്കേത ആപ്പിന്റെ അകത്താണെങ്കിൽ എന്താ
ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് അത് നമ്മൾ ഇപ്പൊ പഞ്ചായത്ത് ആണെങ്കിൽ അതിന് പ്രത്യേക റൂൾസ് കാണും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ അതിന് പ്രത്യേക റൂൾസ് ആണ്. അത് കണക്ക് എന്താണ് ബിം മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടുത്തെ റെഗുലേഷൻ പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളും, അതായത് പ്രത്യേകം കോഡ് ബുക്സ് കാണാം, അല്ലെങ്കിൽ അതിന് പ്രത്യേക റൂൾസ് കാണാം. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ വിം സോഫ്റ്റ്വെയറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്താ അതിന് തക്കതായിട്ടുള്ള ഒരു മോഡൽ ജനറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ജനറേറ്റീവ് ഡിസൈൻ. ജനറേറ്റീവ് ഡിസൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്മെന്റ്. ജനറേറ്റീവ് ഡിസൈൻ എന്ന ടേം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. ആ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു മോഡൽ ജനറേറ്റ് ചെയ്തെടുക്കുകയും സാധിക്കുന്നതിനെയാണ് എന്ത് ജനറേറ്റീവ് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിസൈനിനെ അല്ലെങ്കിൽ ആദ്യം ചെയ്ത അൽഗോരിതം യൂസ് ചെയ്താത്ത ഒരു മോഡലിനെ നമുക്ക് എന്താണ് ഒരു അൽഗോരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ അൽഗോരിതം പ്രത്യേകം ഡിസൈനിലേക്ക് അല്ലെങ്കിൽ വേറെ പല ഡിസൈൻസിലേക്ക് നമുക്ക് എന്താ ചേഞ്ച് ചെയ്ത് മാറ്റാനും യൂസ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഇപ്പൊ ഇത് മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു അഡ്വാൻസ്മെന്റ് ആണെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന ബിം വർക്ക് ഫ്ലോസിലേക്ക് എന്താണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഡേറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ്. ഡേറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ പ്രകാരം നമുക്ക് എന്താണ് നമുക്ക് അടുത്ത പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞ അൽഗോരിതം നമുക്ക് യൂസ്ഫുൾ അല്ല, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അതിന് പ്രകാരം നമ്മൾ ഒരു മോഡൽ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോ അത് നമുക്ക് ഫീസിബിൾ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അൽഗോരിതം ചേഞ്ച് ചെയ്തിട്ട് എന്താണ് ആ മോഡൽ മാറ്റിയിട്ട് പുതിയൊരു അൽഗോരിതം മോഡൽ നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്താ നമ്മൾ അവിടെ ആക്ച്വലി ചെയ്തത്, നമ്മുടെ കയ്യിലുള്ള അൽഗോരിതമിക് ഡേറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസിഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇറ്ററേറ്റീവ് ഡിസൈൻ പ്രോസസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മോഡൽ ചെയ്തു, ആ മോഡൽ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം, അങ്ങനെ നമുക്ക് എന്താണ് പല ഓപ്ഷൻസുകൾ നമുക്ക് കമ്പയർ ചെയ്ത് ഏതാണ് കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ള കാര്യം വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇപ്പം VR-ഉം AR-ഉം എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം, നമ്മൾ പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല എക്യുപ്മെന്റ്സിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും മോഡേൺ ആയിട്ട് നമുക്ക് എന്താണ് ഏറ്റവും ഇപ്പം കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് നമുക്കിപ്പോ ഇത് ബിമ്മിലും യൂസ്ഫുൾ ആണ്. അതായത് ഇമേഴ്സീവ് ഡിസൈൻ വിഷ്വലൈസേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു റൂം അതിൻ്റെ അകത്തുള്ള MEP കമ്പോണൻസ് ചെയ്തേക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ AC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തു. ഇപ്പൊ ഇൻ കേസ് നമുക്ക് ആ റൂമിന്റെ അകത്ത് ഇത് ആക്ച്വലി പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഒരു VR ഡിവൈസ് യൂസ് ചെയ്തിട്ട് ആ റൂമിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഈ MEP കമ്പോണൻസ് എന്നുള്ളത് നമുക്ക് എന്താണ് അത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു ക്ലയന്റിന് എന്താണ് കൃത്യമായിട്ട് ഒരു വിഷ്വൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്താ ഈ വെർച്വൽ റിയാലിറ്റി വഴി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്, ഇപ്പൊ ക്ലയന്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് അടുത്തത് നമുക്ക് എവിടെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ എന്താണ് നമ്മൾ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പല ഡിസൈനേഴ്സ് തമ്മിലായിരിക്കും ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു മീറ്റിംഗ് നമുക്ക് ഈ പറഞ്ഞ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി ഈ ചെയ്തേക്കുന്ന മോഡൽസിന്റെ ഒരു കമ്പാരിസൺ നടത്താനും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനും എന്താണ് നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ സൈറ്റ് അസസ്മെന്റ്സ് ആൻഡ് കോർഡിനേഷൻ. സൈറ്റ് അസസ്മെന്റ്സ് ആൻഡ് കോർഡിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് സൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഈ ഡിസൈൻ പല ജോഗ്രഫിക്കൽ ലൊക്കേഷനിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകളുള്ളത്. അപ്പൊ അവർക്കെല്ലാം എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഒരു മോഡൽ എന്താണ് വെർച്വൽ റിയാലിറ്റി വഴിയും AR വഴിയും ആക്സസ് ചെയ്തിട്ട് അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ അവർക്ക് റീഡിസൈനിങ്ങോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ എന്താ ഇതുവഴി സാധിക്കാനുണ്ട്. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് സേഫ്റ്റി. ട്രെയിനിങ് ആൻഡ് സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ വെർച്വൽ റിയാലിറ്റി വഴി ഇപ്പോ നമ്മുടെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു ഏരിയ അവിടെ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂസിന്റെ ഒരു മോക്ക് ഡ്രിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് സിമുലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ആക്ച്വലി സംഭവിക്കുന്നില്ല, എന്നാലും നമ്മളൊരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യുകയും അത് എന്തെങ്കിലും നമുക്ക് റെക്ടിഫിക്കേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് സസ്റ്റൈനബിലിറ്റി ടൂൾസ്. ഇപ്പോഴും നമ്മളൊക്കെ എന്താണ് ഇനിയുള്ള സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്.
ബിക്കോസ് അവർ റിസോഴ്സസ് ആർ ഡിപ്ലീറ്റിംഗ്. അപ്പൊ നമുക്ക് എന്താണ് സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനിയുള്ള കാലഘട്ടത്തിൽ. അതായത് പല സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ലീഡ് സ്റ്റാൻഡേർഡ്സ്, ഗ്രീൻ ബിൽഡിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ ബിമ്മിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ റിവറ്റ് ആർക്കിടെക്ചർ ആയാലും റിവറ്റ് ആയാലും ഏത് സോഫ്റ്റ്വെയർ ആയാലും നമുക്ക് എന്താണ് ഇപ്പൊ റിവറ്റിൽ നമുക്കൊരു എനർജി അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി സോഫ്റ്റ്വെയർസിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്നാണ്, റിവറ്റിൽ നമുക്ക് എന്താണ് നമ്മൾ ആക്ച്വൽ കൺസ്ട്രക്ഷന് കൊടുക്കുന്ന മെറ്റീരിയൽസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫൈനലായിട്ട് നമുക്ക് എന്താണ് ഒരു എനർജി അസസ്മെന്റ് നടത്താം, അല്ലെങ്കിൽ ഒരു എനർജി അനാലിസിസ് നടത്താം. അതുവഴി നമുക്ക് എന്താണ് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആയി കിട്ടും. അതിലൊരു വാല്യൂ കാണും, EY എന്ന് പറഞ്ഞൊരു വാല്യൂ, എനർജി യൂട്ടിലിറ്റി ഇൻഡെക്സ്. ആ EY വാല്യൂ ഇപ്പൊ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമോ ലീഡ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമോ ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന് വേണ്ടുന്ന നെസസറി റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് നമുക്ക് എടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്താണ് എക്സോതെർമിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കുറച്ചിട്ട് നമുക്ക് എന്താ ഈ പറഞ്ഞ അല്ലാത്ത ടൈപ്പ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് EY ഇൻഡെക്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഉപയോഗം എന്താ, നമുക്ക് ആക്ച്വൽ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നമുക്ക് എന്താണ് ഒരു വെർച്വൽ വേൾഡിൽ ഇതെല്ലാം ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, LCA ടൂൾസ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ 2020 വേർഷൻ റിവറ്റിൽ തൊട്ട് നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്യാം. എന്താണ് വൺ ക്ലിക്ക് LCA എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എനർജി അനാലിസിസിനെ പറ്റി നമുക്ക് പെട്ടെന്ന് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കുകയും അതുവഴി നമുക്ക് റെക്ടിഫിക്കേഷൻസ് ചെയ്യുകയും സാധിക്കും. കൂടുതലും വിമ്മിന്റെ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലഗിൻസും ഇൻട്രൊഡ്യൂസ് ആയിരുന്ന 2020 റിവറ്റ് തൊട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് വാട്ടർ മാനേജ്മെന്റ് ടൂൾസ്. വാട്ടർ മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞത് നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റ്. അതിൽ വാട്ടർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്ലംബിംഗ് സിസ്റ്റംസ് MEPയിൽ യൂസ് ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് സസ്റ്റൈനബിലിറ്റിയിലേക്ക് നമുക്ക് എന്താ നല്ലൊരു കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞ എസ്റ്റിമേഷനും നമ്മുടെ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഡേറ്റാബേസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അതുവഴി നമുക്ക് എന്താണ് സസ്റ്റൈനബിലിറ്റിക്ക് അങ്ങനെ എന്താണ് റിസോഴ്സ് ഡിപ്ലീഷൻ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത അഡ്വാൻസ്മെന്റ് ആണ് ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ട്വിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ട്, അതിന്റെ തന്നെ ഒരു ഡിജിറ്റൽ റെപ്ലിക്കയും കൂടെ ഉള്ള കാര്യത്തിനെയാണ് എന്ത് ഡിജിറ്റൽ ട്വിൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഡിജിറ്റൽ ട്വിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മെയിൻലി മൂന്ന് കമ്പോണൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് ഒരു ഫിസിക്കൽ അസറ്റ്, പിന്നീട് എന്താണ് നമുക്കൊരു ഈ പറഞ്ഞ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു നമ്മൾ വിമ്മിൽ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു മോഡൽ. അതെന്താണ് നമുക്ക് ഡേറ്റ കണക്ഷൻസ് വഴി, അതായത് IoT സെൻസേഴ്സ് അല്ലെങ്കിൽ അതർ സെൻസേഴ്സ് വഴി അവ തമ്മിൽ എന്തൊക്കെയാണ് നമുക്ക് ഒരു കണക്ഷൻ വരും. അതായത് നമുക്ക് ആ സെൻസേഴ്സ് വഴി എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് ഈ പറഞ്ഞ വെർച്വൽ മോഡലിൽ വരുത്തേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിജിറ്റൽ ട്വിൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇത് മാത്രമല്ല, ഇതിന് കൂടുതൽ അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്മെന്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓട്ടോകാഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോഡെസ്ക് റിവറ്റിന്റെ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോഡെസ്ക് ഇൻഫ്രാവർക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെയൊക്കെ നമുക്ക് യൂസസ് പലയിടത്തും നമ്മളുണ്ട്. അതായത് ഈ പറഞ്ഞ ഡയമെൻഷണൽ അനാലിസിസിൽ നമുക്ക് എന്താ പല സെഗ്മെന്റ്സിലും നമ്മൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൂടുതലും ഇതിന്റെ അകത്ത് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ AC ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ഓട്ടോഡെസ്കിന്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജോബ് റോൾസ് അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള ഒരു കാര്യം നോക്കാം. അതായത് നമുക്ക് ബിമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള നമുക്ക് ജോബ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിം ടെക്നീഷ്യൻ അല്ലെങ്കിൽ മോഡൽ. അതായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ബിമ്മിനെ പറ്റി നമുക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കവരും വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിം ടെക്നീഷ്യൻ അല്ലെങ്കിൽ ബിം മോഡലർ എന്ന് പറഞ്ഞ പോസ്റ്റിലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ബിം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത് ബിം മാനേജർ. പിന്നെ ബിം അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയയിലുള്ള ബിം അനലിസ്റ്റ് വേറൊരു പോസ്റ്റ് ആണ്. പിന്നെ ഡിജിറ്റൽ ട്വിൻ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ നമുക്ക് ഈ ഓരോ ജോബ് റോൾസും എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം.
ഓക്കെ, അപ്പൊ ബിം ടെക്നീഷ്യൻ അല്ലെങ്കിൽ മോഡലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ 2D മോഡൽസിനെ 3D ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന മോഡൽസ് ചെയ്തെടുക്കുന്ന വ്യക്തിയാണെന്ത് ഈ പറഞ്ഞ ബിം ടെക്നീഷ്യൻ അല്ലെങ്കിൽ ബിം മോഡലർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മോഡലിനെ കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റ് സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ത് ബിം മോഡലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിം കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ബിം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പല ഡിസിപ്ലിൻസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് റിവറ്റ് ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, റിവറ്റ് MEP വർക്ക് ചെയ്യുന്നുണ്ട്, റിവറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഡിസിപ്ലിനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ എല്ലാം കൂടെ എന്താ നമുക്ക് മാനേജ് ചെയ്യും. ആ വ്യക്തികളെല്ലാം ചെയ്ത ഈ മോഡൽ സെൻട്രൽ മോഡലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സെൻട്രൽ മോഡലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഈ പറഞ്ഞ ബിം മാനേജർ ആണ് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യത്തിലേക്ക് എന്താ നോക്കാം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ചില കൺട്രീസ് എന്താണ് ബിം മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രീസ് എന്നാൽ UK, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ജർമ്മനി, ജപ്പാൻ. അപ്പം ഈ കൺട്രീസിൽ നമ്മളൊരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ബിം ഫോർമാറ്റിൽ ആയിരിക്കണം എന്നുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കൺട്രീസിൽ എന്തായാലും നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്താ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വൈഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇപ്പം അറിയാം, മിക്കവർക്കും അറിയാമായിരിക്കും ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും പുറത്തേക്ക്. ഇപ്പം മിക്ക കൺട്രീസിലും എന്താണ് അവർ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ബിമ്മിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ ഒരു റീസൺ കാരണം. ഓക്കെ, അവിടെ ഇപ്പം നമുക്ക് എന്താണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് പ്രത്യേകമായിട്ട് പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആവും. നമ്മുടെ ക്രെഡിറ്റ് പോയിന്റ്സും അങ്ങനത്തെ കാര്യങ്ങളും എന്താ ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ഈ പറഞ്ഞ കണക്കൊരു വർക്ക് കിട്ടാനുള്ള ചാൻസസ് എന്താ നമ്മൾ ഈ ഒരു ഓട്ടോഡെസ്ക് സർട്ടിഫൈഡ് യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ജോബ്സ് നമുക്ക് വളരെയധികം പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള സാധ്യതയാണ്. ഓക്കെ, പിന്നീട് ഈ ഇതിന്റെ അകത്ത് നമ്മൾ എല്ലാവരും കേട്ടൊരു കൺട്രി ഇല്ലെന്നുള്ളത് തോന്നലുണ്ടാവും, അതായത് UAE ആക്ച്വലി എന്താണ് ബിം മാൻഡേറ്ററി അല്ല. പക്ഷെ UAE ചില എമിറേറ്റ്സിൽ, അതായത് ദുബായ്, അബുദാബി പോലെ എമിറേറ്റ്സിൽ മാത്രം മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. എന്താണ് അവിടെ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ബിം ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് ഇന്ത്യയിലും ഇപ്പോഴത്തെ സമയത്ത് എന്താണ് ഈ പറഞ്ഞ ബിം മാൻഡേറ്ററി ആക്കിയിട്ടില്ല. പക്ഷെ എന്താണ് നമുക്ക് ഇന്ത്യയിലും എന്താണ് ഇത്തവണ മാൻഡേറ്ററി ആക്കിയിട്ടില്ല. പക്ഷെ എന്താണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഹബ്ബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ കൺട്രീസ് ഉണ്ടല്ലോ, UK, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, സിംഗപ്പൂർ മുതലായ കൺട്രീസ്, ഈ പറഞ്ഞ കൺട്രീസിലേക്ക് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ബിം കമ്പനീസ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഒരു ബൂമിങ് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോവിഡിന് ശേഷമാണ്. ഇപ്പം കേരളത്തിലെ കാര്യം എടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ കോവിഡിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ബിം മോഡലിംഗ് കമ്പനീസ് മാത്രമേ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. പക്ഷേ ഈ കോവിഡിന് ശേഷം ഈ പറഞ്ഞ ഔട്ട്സോഴ്സിങ്ങിന്റെ ഒരു സാധ്യത മുന്നിട്ടുണ്ട്. അതായത് ഓൺലൈൻ വഴി നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഡിസൈൻ വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളും കോർഡിനേഷനും ചെയ്യാമെന്നുള്ള ഒരു റീസൺ ഉള്ളതുകൊണ്ട് കോവിഡിന് ശേഷം അത്രയ്ക്കധികം ബൂമിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ആയാലും അല്ലെങ്കിൽ കൊച്ചി ഇൻഫോ പാർക്കിലായാലും ഈ പല IT കമ്പനീസിന്റെയും കൂടെ തന്നെ എന്താണ് ബിം ഫേംസ് ഒരുപാടുണ്ട് നമുക്കിപ്പോൾ. അപ്പൊ അവിടെയെല്ലാം നമുക്ക് എന്താണ് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞ സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂസേഴ്സിന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെഷൻ.